Motherfucker, that's a ticket. Motherfucker. Hi guys, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് OnePlus 10 Pro 5G അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ഓൾറെഡി നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷന്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ അതിന് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് വൈകിയതിന്റെ കാരണം എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിംഗ് പാക്കേജ് ആണ്. ടിപ്പിക്കൽ OnePlus 8 സീരീസ് തൊട്ടുള്ള ആ സെയിം ബോക്സിംഗ് പാക്കേജ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. റെഡ് കളർ ബോക്സിംഗ് പാക്കേജ് ആണ്. ഇത് 256 GB സ്റ്റോറേജും 12 GB RAM വേരിയന്റ് ആണ്. ഗീഗ് ബൈങ്ങിൽ നമുക്കിത് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ചൈനീസ് വേരിയന്റ് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങിക്കുക. ലിങ്ക് ഈസ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. സോ നേരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗിലേക്ക് കടക്കാം. സോ ഫുള്ളായിട്ട് തന്നെ OnePlus 10 Pro എന്ന് എഴുതിയിട്ടുണ്ട്. സോ നേരെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്നിടത്ത് നമുക്ക് കാർഡ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് നമ്മൾ എടുത്ത് കാണിക്കുന്നില്ല. നേരെ നമ്മുടെ ഡിവൈസിലേക്ക് പോകാം. അതായത് ഇതാണ് നമ്മുടെ OnePlus 10 Pro. സോ ഇതിൻ്റെ അകത്ത് രണ്ട് കളർ വേരിയന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയുടെ നമ്മൾ ഗ്രീൻ ആണ് പരിചയപ്പെടുത്തിയത്. ഇത് ബ്ലാക്ക് ആണ്. ഇത് വോൾക്കാനിക് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. പിന്നെ ഒരു ബ്ലാക്ക് കളർ സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട്. 80 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആണ്. ഇപ്രാവശ്യം OnePlus വലിയൊരു അപ്ഗ്രേഡ് തന്നെയാണ് ചാർജറിന്റെ ബ്രിക്കിൽ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 65 വാട്ട്സ് ആണെങ്കിൽ ഇപ്രാവശ്യം അവർ 8 വാട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. 80 വാട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസൈൻ ആൻഡ് ബിൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ OnePlus മറ്റുള്ള പഴയ സ്മാർട്ട് ഫോൺസ് പോലെ ഒന്നും അല്ല, സെയിം ഡിസൈൻ ആണ്. അതായത് 9 Proന്ന് അവർ സെയിം ആയിട്ട് ആ ഡിസൈൻ കോപ്പി ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സെയിം നമ്മൾ 9 Proയിൽ കണ്ട അതേ ബാക്ക് സൈഡ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫിനിഷ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. മെയിൻലി എനിക്ക് ഡിസൈനിൽ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ക്യാമറയുടെ കാര്യത്തിലും നല്ലൊരു മികവ് തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു ക്യാമറയും കൂടെയാണ് ഈ ഒരു ഡിവൈസിനകത്ത് കിട്ടുന്നത്. ക്യാമറ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയും സൂപ്പർബ് തന്നെയാണ്. ആ ഒരു ക്യാമറ ഇഷ്ടപ്പെടാത്ത ഒരുപാടധികം ആൾക്കാരുണ്ടായിരുന്നു. ബട്ട് അതൊന്നും OnePlus വകവയ്ക്കാതെയാണ് ഈ ഒരു ഡിസൈൻ ലോഞ്ച് ചെയ്തത്. ആൻഡ് ഇതൊരു ടോട്ടൽ അലൂമിനിയം ഫ്രെയിം ആണ്. ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ലഭിക്കുന്നുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. സോ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡിന്റെ കാര്യത്തിൽ ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് OnePlus 10 Proയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കുന്ന സമയത്ത് 6.7 ഇഞ്ചസിന്റെ ഒരു LTPO2 AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1B കളേഴ്സ് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നല്ല കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പർ തന്നെ ആയിരിക്കും. 500 നിറ്റ്സ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത്. നിറ്റ്സ് അതായത് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 നിറ്റ്സ് ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിന്റെ അകത്ത്. സോ അത് നല്ല കാര്യം തന്നെയാണ്. സോ ഈ ഒരു ഡിവൈസിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8th Gen ഫസ്റ്റ് കോർ CPU ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രൊസസർ ആണ്, അല്ല ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4nm പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പീഡുള്ള പ്രോസസ്സറാണ്. അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മികവ് തരുന്ന ഒരു കിടിലൻ പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാ പ്രാവശ്യവും ബ്രാൻഡുകൾ ഇറക്കുന്ന പോലെ തന്നെ ഈ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ടോട്ടലി 3 ക്യാമറാസ് ആണ്. 48 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയും 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. P2D എന്ന് പറയുന്ന ഒരു P2DT എന്ന് പറയുന്ന ഒരു ക്യാമറ ഇതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് ക്യാമറയല്ല, അത് ടോട്ടലി അവരുടെ പുതിയൊരു സെൻസറാണ്. സോ അതും വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതിലെടുത്ത മിക്ക ഫോട്ടോസിനും നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലായിട്ടൊരു 32 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത് നല്ല കാര്യം തന്നെയാണ്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒരു മേജർ അപ്ഗ്രേഡ് തന്നെ ഫ്രണ്ടിലായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഐ മീൻ ക്യാമറയുടെ കാര്യത്തിൽ ഫ്രണ്ടിലും ബാക്കിലും എടുത്ത മിക്ക ഫോട്ടോസിനും നല്ല ഒരു ക്ലാരിറ്റി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ OnePlus 9 Proയിൽ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് ആയാലും ഫ്രണ്ട് ക്യാമറ എടുത്ത ഫോട്ടോസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ലഭിക്കുന്നുണ്ട്. സോ PD2ന്റെ കാര്യം നമ്മൾ പറയാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഫ്ലാഷ് ലൈറ്റിൻ്റെ ചുറ്റിനും ഒരു പുതിയ സെൻസർ വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് പറയാനുള്ളത്. ആൻഡ് കോ ഡെവലപ്ഡ് വിത്ത് ഹാസ്ബിൾഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്യാമറ എടുക്കുന്ന ഫോട്ടോസിനും നല്ല ക്ലാരിറ്റി തന്നെ ലഭിക്കുന്നുണ്ട്. സോ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ റിവ്യൂ അല്ല ചെയ്യുന്നത്, ഒരു ചെറിയൊരു ക്യാമറ ഡീറ്റെയിൽ റിവ്യൂ ആണ് ചെയ്തത്. മെയിനായിട്ടും ഇതൊരു ക്യാമറ സ്മാർട്ട് ഫോൺ ആയിട്ടാണ് OnePlus പുറത്തിറക്കിയത്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യം ഞാൻ കൂടുതലായിട്ട് എടുത്ത് പറയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസസ്സർ എല്ലാവർക്കും പരിചയമുള്ള പ്രൊസസ്സറാണ്. കാരണം ഇത് iQOO 9 Proയിലും അതോടൊപ്പം നമ്മുടെ മറ്റുള്ള മിക്ക സ്മാർട്ട് ഫോൺ, അതായത് ഈ വർഷം ലോഞ്ച് ചെയ്ത മിക്ക സ്മാർട്ട് ഫോണിലും അവർ കൊണ്ടുവന്ന പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ പ്രൊസസ്സറിനെ കുറിച്ച് എടുത്ത് പറയേണ്ട വലിയ കാര്യം
കാര്യമൊന്നുമില്ല. സെയിം, അതായത് എല്ലാ സ്മാർട്ട് ഫോൺ വരുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഹീറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊസസ്സറിന് ഹീറ്റിംഗ് ഉണ്ടെന്ന് തന്നെ പറയുന്നില്ല, ഞാൻ ഹീറ്റിംഗ് ഇല്ലെന്നേ പറയുന്നുള്ളൂ, കാരണം അതിലൊരു ഹീറ്റിംഗും ഇല്ല. സോ മറ്റൊരു സ്മാർട്ട് ഫോണിൽ വരുന്ന അതേപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രോസസ്സറിലും വരുന്നത്. സോ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, 8 Gen ഫസ്റ്റ് CPU സൂപ്പർ തന്നെയാണ്. ആൻഡ് അതിൻ്റെ 4nm സ്പീഡും നല്ല കാര്യം തന്നെയാണ്. നാനോമീറ്റർ സ്പീഡ് നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. നമ്മുടെ 888, അതായത് സ്നാപ്ഡ്രാഗൺ 888 6nm വരുന്നതിനേക്കാളും നല്ലതുകൊണ്ടോ വളരെയധികം നല്ലതാണ് ഈ പ്രാവശ്യം ഇറക്കി ഈ ഒരു പ്രോസസ്സറിൻ്റെ അകത്തുള്ളത്. സോ ഹാസൽബ്ലാഡിൻ്റെ ക്യാമറയെ പറ്റി കൂടുതലായിട്ട് പറയാനൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മൾ അവരുടെ 9 സീരീസിൽ കണ്ടു കഴിഞ്ഞു ഈ ഒരു ക്യാമറ ഡിസൈനും ഈ ഒരു ക്യാമറയുള്ള ഫോട്ടോ ക്വാളിറ്റിയൊക്കെ. സോ അതുകൊണ്ട് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് വരെയാണെങ്കിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാർജറിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു 80 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അത് നല്ല കാര്യം തന്നെയാണ്, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മേജർ അപ്ഗ്രേഡ് തന്നെയാണ് അവർ ബാറ്ററിയുടെയും അതോടൊപ്പം നമ്മുടെ ചാർജറിലും കൊണ്ടുവന്നിട്ടുള്ളത്. 5000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബാറ്ററി തന്നെയാണ്. എന്തുകൊണ്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 6000 mAh ആഡ് ചെയ്യാമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. സോ അത് അവരുടെ അഭിപ്രായമാണ്. സോ എന്തായാലും നല്ലൊരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ചാർജിങ്ങിൻ്റെ കാര്യം പറയട്ടെ, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയട്ടെ, എന്ത് പറഞ്ഞാലും നല്ലൊരു ഡിവൈസ് തന്നെയാണ്. ഈവൻ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതലൊന്നും എടുത്ത് പറയത്തതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഓൾറെഡി നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്യാമറയുടെ കാര്യമാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. സോ ഇതിൻ്റെ ഒരു മെയിനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത OnePlus 9 പോലെ തന്നെ മെയിനായിട്ട് ഒരു ക്യാമറ റിവ്യൂവും ഒരു ഗെയിമിംഗ് റിവ്യൂവും നമ്മൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്തോട് അതൊന്നും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാൻ സൈനിങ് ഓഫ്. ബൈ.